അപ്പോൾ നമ്മൾ ഷോൾഡറാണ് കളിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാലിസ്റ്റനിക്സിൻ്റെ കുറച്ച് മൂവ്സാണ്. അപ്പോൾ ആദ്യം നമ്മൾ സ്ട്രെച്ചിങ് കഴിഞ്ഞു, പുഷപ്പ് എടുത്തു, പൈക്ക് പുഷപ്പ് എടുത്തു, വെയിറ്റ് എക്സസൈസ് ചെയ്തു, അത് ബാർ ഷാണ് അങ്ങനെ തക്കണമൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇതെടുക്കുന്നത്, കാലിസ്റ്റനിക്സ് ചെയ്ത് നോക്കുന്നത്. കുറേ ചെയ്ത് നോക്കി, നമ്മളിപ്പോൾ മൂന്നാല് വർഷം ചെയ്ത് നോക്കി. ഫ്രോക്ക് സ്റ്റാൻഡ് ഹോൾഡ് ചെയ്തു ആദ്യം, പിന്നെ നമ്മൾ ഹാൻഡ് സ്റ്റാൻഡ് സപ്പോർട്ട് ചെയ്ത് നോക്കി, പിന്നെ നമ്മൾ ബെഞ്ചിപ്പോൾ കാലിച്ചാണ് പൈക്ക് പുഷപ്പ് എടുത്തു, പൈക്ക് പുഷപ്പ് നോർമൽ എടുത്തു. അതിന് ശേഷം ഇവിടെ നിന്നാണ് നമ്മൾ വീണ്ടും ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യാൻ പോവാണ്. സ്ട്രെങ്ത്ത് കുറേ പോയിക്കണ്, ഇല്ല സ്ട്രെങ്ത്ത് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ ഗ്രിപ്പ് ഇങ്ങനത്തെ ഗ്രിപ്പ് വെക്കണം. ഒരിക്കലും നേരെ കഴിഞ്ഞാൽ വെറുതെ വെക്കരുത്. ഗ്രിപ്പ് മാക്സിമം കൈ മാക്സിമം ഇതേപോലെ 5 ഫിംഗേഴ്സും 30 ലെവലിൽ വെക്കാം. എന്നിട്ട് നമ്മൾ ബോൾ ഫ്രണ്ടിലേക്ക് വീണയും വെക്കുക. അത് കുറച്ച് പുഷപ്പ് എടുത്ത് വെക്കുക. നമുക്കധികം ഹോൾഡ് ചെയ്യാൻ കഴിയില്ല, കാരണം നമുക്ക് ആ ഒരു ബാലൻസ് ഇപ്പോഴും റെഡി ആയിട്ടില്ല. റെഡി ആയി വരുന്നുള്ളൂ. ഞാൻ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്തു. നമ്മൾ സ്ട്രെങ്ത്ത് ഫുള്ള് പോയിക്കണ്, അത് ഞാൻ ഹോൾഡ് ചെയ്യാൻ വയ്ക്കുന്നില്ല. ഇത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന എക്സസൈസാണ് ലാറ്റർ റൈസ്. കാരണം നമുക്ക് മെയിൻ ഫോക്കസ് ചെയ്യേണ്ടി നമുക്ക് ആ ഒരു മിഡിൽ ലെൽറ്റാണ്. ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ലാറ്റർ റൈസ് ആണ്. ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ലാറ്റർ റൈസ് ആണ്. ലാറ്റർ റൈസ് നമ്മൾ ഡ്രോപ്പ് സെറ്റാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ 10 എടുത്തു, 10 നമ്മൾ മാക്സിമം റെസ്റ്റ് ചെയ്യും. അപ്പം തന്നെ വെച്ചിട്ട് എയർ എടുക്കും. എത്ര കിട്ടിയുള്ളൂ, പക്ഷെ പോരാ, നമുക്ക് റെസ്റ്റ് വേണം. റെസ്റ്റ് എടുത്തിട്ട് അപ്പം തന്നെ പോയി എടുക്കും. അതുപോലെ തന്നെ വീണ്ടും വീണ്ടും 2 3 എടുക്കും. മാക്സിമം ഡാമേജ് ചെയ്യണം. വെയിറ്റ് ഇല്ലാതെ വീണ്ടും ഒന്നുകൂടി കൈ മാത്രം ഒഴിച്ചാക്കും. പക്ഷെ അപ്പോൾ നമുക്ക് ഷോൾഡർ ഫീൽ ചെയ്യേണ്ടോ നോക്കണം. അത് തീരെ കൈ പൊങ്ങാത്ത രീതിക്ക് വരെ എത്തിയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ഫ്ലെക്സ് ചെയ്യും, ഷോൾഡർ ഫീൽ ചെയ്യും. അങ്ങനെ 30 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റിനെ കളിച്ചത് മിഡിൽ ലെൽറ്റാണ്. കാരണം മിഡിൽ ലെൽറ്റ് മെയിൻ ഫോക്കസ് ചെയ്യേണ്ടത്. കുപ്പായ ടൈറ്റ് ആയതുകൊണ്ട് വരുമ്പോൾ കൊന്തിക്കണേ. ഇപ്പോൾ കളിച്ച് കഴിഞ്ഞ ഭാഗത്തിനാണ് അത് സംഭവിക്കണേ. ഒരു ഷോൾഡറിൻ്റെ സൈഡിലേക്കാണ് കുറേ മാർക്കുകളുണ്ട്, ബ്ലാക്ക് കളർ. അതൊക്കെ ചെറുപ്പത്തിലുണ്ടായതാണ്, മറുകുണ്ടായതാണ്. 2 ദിവസം ഫുഡ് കമ്മിയായതുകൊണ്ട് നമുക്ക് നല്ല ലീൻ ആയിക്കണേ. റൈസ് ആയപ്പോൾ തന്നെ ബാക്കി കുറേ മസിലാക്കി ബാക്കി ലീൻ ആയിക്കണേ. സൈഡിക്കില്ല കഴിഞ്ഞു, നമുക്ക് ഫ്രണ്ടിക്കില്ല അടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കളിയാണ്. നമുക്ക് ഫ്രണ്ട് ബോക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. ഷോൾഡർ പ്രസ് ഇരുന്നിട്ടാണ് ചെയ്യുന്നത്, ബാറിലാണ്.
ഡ്രോപ്പ് അടിക്കാണ്. കളിക്കാത്ത കളിയാണിത്. കുറെ കണ്ട് കളിക്കണത്, അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി നല്ലോണം ഉണ്ട്. ഫ്രണ്ടൊക്കെ നമ്മൾ രണ്ടാമത് കളിക്കാൻ പോവാണ്. അതായത് കേബിൾ ഫ്രണ്ട് റൈസ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് നോക്കുക, എന്നിട്ട് ഈ നേരം പിടിക്കും, ഇങ്ങനെ പിടിക്കുന്ന നേരം ഇങ്ങനെ പിടിക്കും, എന്നിട്ട് ഹോൾഡ് ചെയ്യുക. നല്ല അപ്പോൾ ഡ്രോപ്പ് സ്റ്റഡ് ചെയ്യാൻ പോവാണ്. ഫ്രണ്ട് റൈസ് ചെയ്യുമ്പോൾ ആർക്കും ആണെങ്കിലും എത്ര വെയിറ്റ് കിട്ടിയാണ്ട് ഈ ലെവലിൽ ആട്ടിയാണ് നമുക്ക് പൊക്കാൻ കഴിയും. പക്ഷെ ശരിക്കും അതിൽ എഫക്റ്റ് കിട്ടാൻ നമുക്ക് ആവറേജ് വെയിറ്റിട്ടാണ് നമുക്ക് ചെസ്റ്റ് പൊക്കിയിട്ട് ആ ഷോൾഡർ ഫോക്കസ് ചെയ്തിട്ട് ഷോൾഡറോട് പൊക്കുമ്പോഴാണ് കേട്ടോ. ഷോൾഡറോട് പൊക്കിയിട്ട് ഷോൾഡറോട് മെല്ലെ താഴ്ത്തുക, ഷോൾഡറോട് പൊക്കുക, മെല്ലെ താഴ്ത്തുക. റിവേഴ്സ് ഫ്ലൈസ് ചെയ്യാൻ പോവാണ്. റിവേഴ്സ് ഫ്ലൈസ് ചെയ്യുന്നത് നമ്മൾ പെക്ടെക് മെഷീനിൽ തിരിഞ്ഞിരുന്നാണ്ടാണ്. നോർമലി ഇങ്ങനെ ചേർന്നിരുന്നാണ് ഇങ്ങനെ കളിക്കാതെ നമ്മൾ ബാക്കിൽ ഇരുന്നിട്ട് കളിക്കും. ഇതിനോട് പിടിച്ചിട്ട് കൈകൊണ്ട് പൊക്കിയിട്ട് കളിക്കണം. ഇതുവരെ വരുള്ളൂ. 2 3 4 5 6 7 8 അപ്പോൾ നമ്മൾ പോയിക്കൊണ്ട് ഫേസ് ഫുൾ അടിക്കും. മാക്സിമം ബാക്ക് വെക്കും, ഫുൾ സ്ട്രെച്ച് ഇത് ഹോൾഡ് ചെയ്യുക, നല്ല വേണം. നെറ്റിക്ക് നേരെ ഹോൾഡ് ചെയ്യുക, നല്ല വേണം. ഇത് കുറച്ചു വീണ്ടും ഇവ കൊടുക്കാൻ പോകുന്നത് ട്രാപ്സിനാണ്. ട്രാപ്സിന് സ്ട്രക്സ് നമ്മൾ സ്പ്ലിറ്റ് മെഷീൻ ചെയ്യാൻ പോണത്. ഫസ്റ്റ് നമ്മൾ എന്നിട്ട് വൈഡായി പിടിക്കും, പൊക്കുക, തല താഴ്ത്തി വെക്കുക, ഉള്ളയ എല്ലാം ഇവിടെ. ട്രാപ്സെല്ലാം കഴിഞ്ഞു. അവിടെ ഷോൾഡറിന് ഫുൾ വർക്കൗട്ട് കഴിഞ്ഞു. പമ്പ ചെക്ക് ചെയ്ത് നോക്കാം. സൈഡിനെ വെച്ചിട്ട് കുറെ നേരമായി. അവിടെ നമുക്ക് ആ സൈഡിന്റെ പമ്പ കുറെ പോയിക്കണേ. ഞാൻ ആവശ്യത്തിന് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഷോൾഡറിന്റെ പമ്പ്. ഷോൾഡർ സൈസ് ആണെങ്കിൽ നമുക്ക് 3 ഡെൽറ്റ് ഉണ്ട്. അതായത് നമുക്ക് ഫ്രണ്ട് ഡെൽറ്റ്, സൈഡ് ഡെൽറ്റ്, റൈറ്റ് ഡെൽറ്റ്.
ആ മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് ഷോൾഡറിൻ്റെ ഫുൾ സൈസ് കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കാണിച്ചു തരാം. ഫ്രണ്ട് ബെൽറ്റ് ഇത്, സൈഡ് ബെൽറ്റ് ഇത്, റേ ബെൽറ്റ് അത്. അപ്പോൾ ഈ മൂന്ന് കൂടുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് നമുക്ക് ആ റൗണ്ട് ഷേപ്പ് കിട്ടുക. എനിക്കിപ്പോൾ വെയിറ്റ് ആയിക്കാണുള്ളത് ഫ്രണ്ട് ബെൽറ്റാണ് കേട്ടോ. ഫ്രണ്ട് ബെൽറ്റ് കമ്മിയാണ്, അതുകൊണ്ട് എനിക്ക് ആ ഷേപ്പ് ഇല്ല പറയണില്ല, എന്നാലും ശരി കുറവാണ്. അപ്പോൾ എനിക്ക് ആ ഫ്രണ്ട് ബെൽറ്റ് ഫോക്കസ് ചെയ്യണമെങ്കിൽ ഫ്രണ്ട് ബെൽറ്റ് കുറേ ഞാൻ മിസ് ചെയ്തിരിക്കണം കുറേ കളികൾ. കാരണം ഞാൻ പുഷ് പുള്ളൊക്കെ കളിക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ട് ബെൽറ്റ് കളിക്കാൻ മൂഡ് ഉണ്ടാവില്ല. കാരണം നമ്മൾ ചെസ്റ്റ് കളിക്കുമ്പോൾ തന്നെ ഫ്രണ്ട് ബെൽറ്റ് നല്ലോണം ഇതാവും. ഇപ്പം ഫ്രണ്ട് ബെൽറ്റ് കളിക്കാൻ മൂഡ് ഉണ്ടാവില്ല. CS ഫിറ്റാക്കിയ ശേഷം നമുക്ക് ഫ്രണ്ട് ബെൽറ്റ് കുറച്ച് ഫോക്കസ് ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഫ്രണ്ട് ബെൽറ്റ് ഇനി ഫോക്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിന് കിട്ടും. അത്രയ്ക്കേ ഉള്ളൂ. ഷോൾഡർ നമ്മൾ ഇത്രയും കളിക്കുന്നുള്ളൂ. പിന്നെ നമുക്കുള്ളത് അപ്പറേറ്ററാണ്. അപ്പറേറ്റർ ഒന്നും കളിക്കാൻ എനർജി നമുക്കില്ല. എനർജി വളരെ കുറവാണ്. സാധാരണ ഇതിനേക്കാളും കുറച്ച് വെയിറ്റ് എന്നിട്ടുള്ളൂ മൊത്തം. കാരണം വയ്യ. ഇപ്പോൾ ഞാൻ സാധാരണ ഷോൾഡറിന് കളിക്കുന്ന കളികൾ അതിൽ പിന്നെ കുറച്ച് വേരിയേഷൻസ് ഒക്കെ ആഡ് ചെയ്യും. അത് ലാറ്ററൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെസ്റ്റ് സപ്പോർട്ട് ചെയ്യുക, ഇരുന്നാണ്ട് ചെയ്യുക, അതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. വേരിയേഷൻസ് മാറ്റം വരുന്നല്ലാതെ അധികം മാറ്റം വരില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. ഷോൾഡറിന് കളിച്ചു. ഓക്കെ, ബൈ.